ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം, മുല്ലോർലിത്തേവരേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മഹായജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ശരിക്കും 2 അധ്യായങ്ങളെ വായിച്ച് സമർപ്പിക്കാൻ, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു. മഹത്തായിട്ടുള്ളൊരു കാര്യം അല്ലേ? സുലളിതമായിട്ട്, നിസ്സാരമായിട്ട്, അത്ര പ്രയാസമൊന്നുമില്ലാതെ കണ്ട് അതിമനോഹരമായിട്ട് ഈ ഭാഗവതത്തെ പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് പുണ്യാത്മാക്കൾ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ മാധ്യമത്തിലൂടെയും ധാരാളം പേരുടെ പ്രഭാഷണങ്ങളായിട്ടും പാരായണങ്ങളായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ ആ ഭഗവാൻ തന്നെ അവരുടെ ഉള്ളിൽ അത്രയും തെളിഞ്ഞു വിളങ്ങിയിട്ട് അവരിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നു. നമ്മളുടെ ഉള്ളിലും തെളിഞ്ഞ് ഭഗവാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ മനോമാലിന്യങ്ങൾ കൊണ്ട് നമുക്ക് ആ തെളിച്ചം അത്രയ്ക്ക് അങ്ങോട്ട് പ്രകാശിക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊക്കെ ആ ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എത്രയോ ജന്മജന്മാന്തരങ്ങൾ നടക്കണം എന്നൊന്നും നിശ്ചയമില്ല. അപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യജന്മം കൊണ്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ഭാഗവതത്തെ കേൾക്കൂ. ഭാഗവതത്തെ കേട്ട് ശ്രവണത്തിനാണ് പ്രാധാന്യം. അത് കഴിഞ്ഞാൽ കീർത്തനത്തിന്. അപ്പോൾ കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു കൊതി തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ ആ കേട്ട് നമ്മളിതാ ഈ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നു. അർത്ഥത്തിനെ വേണ്ടതുപോലെ മനസ്സിലാക്കി തരാനായിട്ട് ഭഗവാൻ അച്യുതൻ നമ്പൂതിരിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അതും ഭഗവാന്റെ നിയോഗം തന്നെ. അദ്ദേഹത്തിൻ്റെ രൂപത്തിലാണ് നമ്മുടെ മുമ്പിലെത്തിയത്. ലളിതമായ വാക്കുകളിലൂടെ അതിൻ്റെ അർത്ഥം, സാമാന്യ അർത്ഥം മനസ്സിലാവുന്ന രീതിയിൽ ശ്ലോകാനുശ്ലോകം വിവർത്തനം ചെയ്ത് തന്നു. അത് കേട്ടപ്പോൾ വായിക്കാൻ അറിഞ്ഞിട്ടോ രീതി അറിഞ്ഞിട്ടോ അക്ഷരത്തെറ്റ് ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, കൊതി കൊണ്ട് മാത്രം നമ്മൾ ഈ സംരംഭം തുടങ്ങി. നിങ്ങളൊരുപാട് പേര് എന്നോട് പറയണ്ടേ, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാവണുണ്ട്, ഞങ്ങൾ നന്നായിട്ടിത് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നണത് എന്താണെന്ന് വെച്ചാൽ, കൊച്ചു കുഞ്ഞുങ്ങൾ ഓട്ടമത്സരത്തിന് നിൽക്കണ ഭാവമാണ്. അവരിങ്ങനെ ഓടാൻ തുടങ്ങുമ്പോൾ എല്ലാവരും കൈയടിച്ച് നമ്മൾ അച്ഛനമ്മമാരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഗുരുവായൂരപ്പൻ നിയോഗിച്ച ആൾക്കാരാണ്. കാരണം എന്നേക്കാൾ എത്രയോ നന്നായിട്ട് ഭാഗവതം വായിക്കാനും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ അറിയുന്നവർ തന്നെയാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഉറപ്പുണ്ട് അത്. പക്ഷേ ഭഗവാന്റെ കാരുണ്യമായിട്ടാണ്, വാത്സല്യമായിട്ടാണ്, സ്നേഹമായിട്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വാക്കുകളെയും ഞാൻ കാണുന്നത്. പിന്നെ അതിലുപരി നിങ്ങളുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം, അത് ഞാൻ എന്നൊരു വ്യക്തിയോടുള്ള സ്നേഹമല്ല, ഭാഗവതം എന്ന ഗ്രന്ഥത്തിനോടും ഭഗവാനോടുള്ള സ്നേഹം. അപ്പോൾ ഭാഗവതം എങ്ങനെ പറഞ്ഞാലും ഏത് രീതിയിൽ പറഞ്ഞാലും അത് ഭാഗവതമല്ലേ എന്ന് വിചാരിച്ച് കേൾക്കാൻ സാധിക്കുന്ന മഹാത്മാക്കളായിട്ടുള്ളവർ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പാരായണം ചെയ്യുമ്പോൾ തന്നെ, ഈ പാരായണം കഴിഞ്ഞ് ഞാൻ തന്നെ അവിടെ ഇരുന്ന് കേൾക്കണ സമയത്ത് എനിക്ക് കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് ധാരാളം തെറ്റുകൾ. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ തെറ്റുകൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളം കേൾക്കാനാണ് എനിക്കിഷ്ടം. ഭാഗവത സപ്താഹ വേദികൾ ചെന്നിരിക്കുകയായാലും ഞാൻ ആ ഗ്രന്ഥം കയ്യിൽ വെച്ച് നോക്കിയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് നോക്കണതിൻ്റെ ഇടയ്ക്ക് മനസ്സിങ്ങനെ പല വഴിക്ക് സഞ്ചരിക്കും, മനസ്സിനെ പിടുത്തം കിട്ടില്ല. അതേസമയം അതിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ആ ശ്രദ്ധ വയ്ക്കേണ്ടത് കൊണ്ടോ എന്തോ മനസ്സ് അങ്ങനെ പോവാറില്ല. അതിൻ്റെ അർത്ഥത്തിലേക്കോ അതിൻ്റെ വാക്കുകളിലേക്കൊക്കെ മനസ്സിങ്ങനെ എത്തണോണ്ടോ എന്തോ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് തെറ്റിയിട്ടാണ് വായിക്കുന്നത്, അക്ഷരത്തെറ്റ് ധാരാളം ഉണ്ടെന്ന്. അപ്പോൾ എന്നെപ്പോലെ നിസ്സാരമായിട്ട് ഇതുള്ളവർക്ക് പോലും ഈ അക്ഷരത്തെറ്റ് മനസ്സിലാവുമ്പോൾ നന്നായി പാരായണം ചെയ്യണവർക്കൊക്കെ
ശരിക്കും എന്താ പറയുക വെച്ചാൽ പഞ്ചസാര പായസത്തിലേക്ക് നിറയെ അരിയേക്കാളും കൂടുതൽ എങ്ങനെയാണോ കല്ല്, അതുപോലെയുള്ളൊരു ഇതാണ്. എന്നിട്ടും അതിനെ ആ പായസം കുടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര സ്നേഹമുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ വായിച്ച് വായിച്ച് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്ന് ഉറപ്പാണ്. അല്ലേ? നീന്തലറിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങാം, അത് സാധ്യമോ എന്ന് പറഞ്ഞ പോലെ നീന്തൽ പഠിച്ചിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, വീഴാണ്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളത് പോലെ നമുക്ക് നടക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കുഞ്ഞായിട്ടെങ്കിലും ഇരിക്കാം ഭാഗവതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ പാരായണം ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ മുടക്കങ്ങൾ വന്നിട്ട് പോയ ശരീരത്തിൻ്റെ വ്യാധികൾ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു 2 ആഴ്ചയായിട്ട്. എന്നിട്ടും ഇവിടുത്തെ ഈ സമർപ്പണം ഒരു മുടക്കല്ലാണ്ട് ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് സാധിച്ചു. അതുതന്നെ ഏറ്റവും വലിയ ഈശ്വരകൃപയുടെ തെളിവ് തന്നെയാണ്. നമുക്കിനി 3-ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത്. 2 അധ്യായം പദ്മസ്കന്ധത്തിലെ 2 അധ്യായങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. പദ്മസ്കന്ധം 3-ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത്. ഭഗവാനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ, അക്ഷരത്തെറ്റില്ലാണ്ട് തപ്പൽ കൂടാണ്ട് വായിക്കാൻ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നും പറ്റില്ല. അർത്ഥം ഒക്കെ എങ്ങനെയാണ് അതൊക്കെ ആ ഭഗവാനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നമുക്കൊന്നും അറിയാത്ത കുട്ടികളാണ് നമ്മൾ. അത് കാരണം അടുത്ത ഭാഗം പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 3-ാം അധ്യായം. ജ്ഞാനസ്വരൂപിണി സരസ്വതി സുസ്മിതേ, ഞാൻ വന്ദിച്ചിടുന്നു തവ പാദതലത്തിൽ നിത്യം. എന്നും മുകുന്ദചരിതാമൃതമുച്ചരിക്കാൻ നാവിലെപ്പോഴും അധീശ്വരി വാണിടേണം. ആ സരസ്വതി ദേവി നാവിൽ വിളങ്ങിക്കൊണ്ട് യാതൊരു തെറ്റുകളും ഇല്ലാണ്ട് പാരായണം ചെയ്യാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ശ്രീഹരയേ നമഃ. പദ്മസ്കന്ധം 3-ാം അധ്യായം. ഈ പദ്മസ്കന്ധം 3-ാം അധ്യായം ഭഗവാന്റെ അവതാരങ്ങളെയാണ്, പുരുഷാദ്യ അവതാരങ്ങൾ എന്നാണ് അക്കിത്തം ഭാഗവതത്തിൽ ഈ ഒരു അധ്യായത്തിന് പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പം പല അവതാരങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയണത്. സൂത ഉവാച ജഗൃഹേ പൗരുഷം രൂപൻ ഭഗവാൻ മഹദാദിഭി സംഭൂതം ഷോഡശകലാം ആദൗ ലോകസുസൃക്ഷയാ യസ്യംബസി ശയാനസ്യ യോഗനിദ്രാം വിദന്വത നാഭിഘ്രദാംബുജാത് ആസീത് ബ്രഹ്മ വിശ്വസൃജാംപതി. പ്രഥമസ്കന്ധം 3-ാം അധ്യായം. പുരുഷാദ്യ അവതാരങ്ങൾ. സൂതൻ പറഞ്ഞു, ലോകം സൃഷ്ടിക്കുവാനുള്ള കൊതിയാൽ ഭഗവാൻ പുരാ വരിച്ചു ഷോഡശകലാമയമം പുരുഷാകൃതി. ആദൻ പൊക്കിൽ താമരയിൽ പ്രജാപതികൾ തൻപതി ജനിച്ചു ചെയ്താൻ ആത്മോപശമം തീവ്രതപസ്യയേ. അപ്പോൾ ഭഗവാൻ ആ ലോകത്തെ സൃഷ്ടിക്കാൻ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന, അല്ലേ, ഈ സൃഷ്ടിക്ക് മുൻപും സൃഷ്ടിക്ക് ശേഷവും സ്ഥിതി ചെയ്യുന്ന സമയത്തൊക്കെ സാക്ഷാൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മത്തിന് സൃഷ്ടി ചെയ്യണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങൾ, അതായത് ഷോഡശകല എന്നാണ് പറഞ്ഞത്. ആ ഷോഡശകല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ഭൂതങ്ങൾ, അല്ലേ, പിന്നെ അതിൻ്റെ കൂടെ മനസ്സ് എന്നിവയെല്ലാം കൂടിയിട്ടുള്ള ആ 16 അംശങ്ങളോട് കൂടിയിട്ട് ഉള്ള ആ ഭഗവാൻ
അങ്ങനെ ഒന്നാമതായിട്ട് അങ്ങനെ ഒരു ഭാവത്തെ സ്വീകരിച്ചു എന്ന് പറയാണ്. പുരുഷാവതാരത്തെ സ്വീകരിച്ചു എന്ന് പറയാം. പിന്നെ ആ പുരുഷാവതാരത്തെ സ്വീകരിച്ച ഭഗവാന്റെ അവതാരം എങ്ങനെയാണ്? ലോകം മുഴുവനും. അപ്പോൾ എന്താ ഈ സർവ്വലോക പ്രപഞ്ചവും എന്താണുള്ള ആ ജലം, കാരണം ജലം മാത്രമായിട്ട്, ആ ജലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജലത്തിൽ നിദ്ര കൊള്ളുന്ന ഭാവത്തിലാണ് ആദ്യമായിട്ട് ആ പുരുഷൻ്റെ ആ ഭാവം ഉണ്ടായത്. ആ പുരുഷൻ്റെ നാഭിയാകുന്ന നാഭിയിൽ നിന്ന് ആ അഗാധ ജലത്തിൻ്റെ ആ നാഭിയുടെ സ്ഥാനത്ത് നിന്ന് ഒരു വലിയ താമര ഉണ്ടായി തീർന്നു. അതിൽ നിന്ന് ലോകസൃഷ്ടി ചെയ്യുന്ന പ്രജാപതികളുടെയൊക്കെ അധിപനായിട്ട് ബ്രഹ്മാവ് ഉണ്ടായി എന്ന് പറയാണ്. യസ്യാവയവ സംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തര തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം പശ്യന്ത്യതോ രൂപമഭദ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസത്. ആതന്നവയവത്തിൻ്റെ വിസ്താരം ലോകവിസ്തരം ആ പരന്തൻ വിരാട് രൂപം വിശുദ്ധം സത്വമൂർജിതം. അപ്പോൾ ഈ സർവദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന വിരാട് രൂപത്തെ, എല്ലാത്തിലും നിറഞ്ഞ് ഈ പ്രപഞ്ചം മുഴുവനും ഒരൊറ്റ രൂപം അല്ലേ, വിരാട് രൂപത്തെ സ്വീകരിക്കുകയാണ്. എല്ലാ ദിക്കിലും ആ 14 ഭുവനങ്ങൾ കൽപ്പിക്കപ്പെട്ടു. അതിൻ്റെയൊക്കെ ആ ഭഗവാന്റെ ആ സ്വരൂപം എല്ലാ ദിക്കിലും നിറഞ്ഞിട്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു. സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധാശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസത്. ആ രൂപമുൾക്കണ്ണിൽ വഹിപ്പു ഗോപികൾ. പറയണ അനേകം പാദങ്ങൾ, സഹസ്രപാദം എന്ന് പറഞ്ഞാൽ 1000 എന്നല്ല, അനേകം എണ്ണമറ്റത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സഹസ്രം എന്ന് ഉപയോഗിക്കുന്നത്. അനേകം പാദങ്ങൾ, അനേകം തുടകൾ, അനേകം കൈകൾ, അനേകം മുഖങ്ങൾ, അങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള ആശ്ചര്യമായിട്ട് അനേകം ശിരസ്സുകൾ, അനേകം കാതുകൾ, കണ്ണുകൾ, നാസികകളൊക്കെ കൂടിയിട്ട് അധികം സഹസ്ര കിരീടം, അനേകം കിരീടങ്ങൾ, അങ്ങനെയുള്ള അതിമനോഹരമായിട്ട് ശോഭിക്കുന്ന ആ പുരുഷരൂപത്തെ യോഗികൾ ധ്യാന നേത്രങ്ങളെ കൊണ്ട് യോഗികൾക്ക് കാണാൻ സാധിക്കണമെന്ന് പറയാം. അപ്പോൾ ഉള്ളിൽ ധ്യാനിക്കുന്ന ആ ഋഷീശ്വരന്മാർക്ക്, യോഗീശ്വരന്മാർക്ക് മാത്രമാണ് ആ രൂപത്തെ കാണാൻ, അതായത് ഉൾക്കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കുന്നു. നമ്മുടെ ബാഹ്യമായ ദൃഷ്ടികളെ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്നതാ ഇവിടെ പറയുന്നു. ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാം ശാംശേന സൃജ്യന്തേ ദേവതിര്യങ്നരാതയാ. നാനാവതാരങ്ങളിവയ്ക്കാശ്രയം ബീജമവ്യയം തഥാം ശാംശങ്ങൾ സൃഷ്ടിപ്പൂ ദേവതിര്യങ്നരാദിയേ. ഈ ആദിനാരായണ രൂപം അനേകം അവതാരങ്ങളുടെ ഇരിപ്പിടവും എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനവുമാണ്. ഒരു കാലത്തും ഇത് നശിക്കില്ല. ആ നശിക്കാത്ത ബീജമായിട്ട് ഇരിക്കുന്നു ഇത്. ആ ഭഗവാനിൽ നിന്ന് അംശം കൊണ്ട് ഓരോരുത്തർ ഈ ഭൂമി ആ പ്രാണിവർഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അംശം കൊണ്ട് എന്ന് പറയണു. അങ്ങനെ പറയുമ്പോൾ നമ്മളെന്താ പറയാന്ന് വെച്ചാൽ, അതിനിപ്പോൾ എന്താ ഒരു ഉദാഹരണം പറയുക. നമ്മൾ കുറച്ച് മണ്ണ് എടുത്ത് കുഴച്ചു. മണ്ണെടുത്ത് ഇങ്ങനെ കുഴച്ചിട്ട് നല്ലോണം കളിമണ്ണെടുത്ത് കുഴച്ചിട്ട് മണ്ണ് കൊണ്ട്, ഇപ്പോൾ ഗണപതിയൊക്കെയാണല്ലോ കഴിഞ്ഞ അതിമനോഹരമായിട്ടുള്ളൊരു ഗണപതിയുടെ
വിഗ്രഹം ഉണ്ടാക്കി. അപ്പോൾ വിഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ വിഗ്രഹത്തിൽ നിന്ന് തന്നെ ആ മണ്ണിനെ ഇങ്ങനെ വടിച്ച് എടുത്ത് ആ നല്ല മനോഹരമായ രൂപത്തെ ആക്കി തീർത്തിട്ട് അതിൽ നിന്ന് ആ ഗണേശ വിഗ്രഹത്തിൽ നിന്ന് തന്നെയുള്ള മണ്ണ് കൊണ്ട് ആദ്യം എല്ലാ മണ്ണുകളെ കൊണ്ടുമാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയത്. പിന്നെ അത് വടിച്ച് അത് വൃത്തിയാക്കി. അപ്പോൾ അതിൽ നിന്ന് തന്നെയുള്ള ബാക്കി വന്ന അതിൻ്റെ തന്നെ ആ മണ്ണിൻ്റെ തന്നെ ബാക്കി അംശങ്ങളെ കൊണ്ട് വേറെ പല രൂപങ്ങൾ നമ്മളുണ്ടാക്കി. അതിൽ ശിവലിംഗം ഉണ്ടാക്കി, മുരുകനെ ഉണ്ടാക്കി, അങ്ങനെ കൊച്ചു കൊച്ചു വിഗ്രഹങ്ങൾ ഒക്കെ ആയിട്ട് ഉണ്ണിക്കണ്ണനെ ഉണ്ടാക്കി. അങ്ങനെ മനോഹരം ആയിട്ടുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ബൊമ്മക്കൊലു വയ്ക്കാൻ അല്ലേ. അപ്പോൾ ആ അങ്ങനെ നമ്മൾ പല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനൊക്കെ ആക്കി. കാര്യം എന്താണ്? ആ ഗണേശൻ്റെ അതേ ഇതില്ല മണ്ണ് കൊണ്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള പല രൂപഭാവങ്ങളിൽ എന്ന് പറയണ പോലെ ആ ഭഗവാന്റെ തന്നെ അംശം കൊണ്ട് പല ഭാവത്തിലെ പല വിധത്തിലുള്ള ബാക്കി എല്ലാ സൃഷ്ടികളും അതിൻ്റെ അംശം കൊണ്ട് തന്നെയാണ് ഉണ്ടായത് എന്ന് പറയുന്നു. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിതാ ചചാരാ ദൃശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം സനകാദിബ്രാഹ്മണരായി പിറന്നീശ്വരനാദ്യമേ അനുഷ്ഠിച്ചു ദുശ്ചരമം ബ്രഹ്മചര്യമഖണ്ഡിതം. ആദ്യം തന്നെ ഭഗവാൻ ആരായിട്ടാണ് ഭഗവാൻ വന്നത്? ആദ്യം തന്നെ സനകാദി ഋഷീശ്വരന്മാരായിട്ട് ഭഗവാൻ വന്നു. ആ സനകാദി ഋഷീശ്വരന്മാരായിട്ട് വന്നിട്ട് ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. ആ ബ്രാഹ്മണൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള വ്രതമാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നു. അപ്പോൾ ബ്രാഹ്മണൻ എന്നുവെച്ചാൽ ഭഗവാൻ ആ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ. ബ്രഹ്മത്തിൽ നിന്ന് വന്ന ആദ്യത്തെ സൃഷ്ടിയാണ് അല്ലേ. അപ്പോൾ ആ ബ്രഹ്മത്തെ അറിയണ ആ ബ്രാഹ്മണൻ എന്ത് ചെയ്യും? നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു വാഞ്ച ഇതിന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ബ്രഹ്മത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അതിനുള്ള ചര്യകളെ അനുഷ്ഠിച്ചു എന്ന് പറയണം. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിലേക്ക് ചരിക്കുക, ബ്രഹ്മത്തിലേക്ക് തന്നെ ലയിക്കാനായിട്ട്. ഏതിൽ നിന്നാണോ ഉണ്ടായത് അതിലേക്ക് തന്നെ ലയിക്കാനുള്ള വാഞ്ചയോട് കൂടിയിട്ട് ഉള്ള ആ കർമ്മങ്ങളെയൊക്കെ അനുഷ്ഠിച്ചു എന്ന് പറയാണ്. ദ്വിതീയം തൂ ഭവായാസ്യ രസാതലഗതാം മഹിം ഉദ്ധരീഷ്യന്നുപാദത്ത യജ്ഞേശ സൗകരം വപൂ. പിന്നെ ലോകാനുഗ്രഹാർത്ഥം രസാതലഗദോർവിയെ ഉദ്ധരിക്കാൻ യജ്ഞമൂർത്തി കൈക്കൊണ്ടു സൂകരാകൃതി. പിന്നെ ആ രസാതലത്തിലെ താഴ്ന്നുപോയ ഭൂമിയെ ഉദ്ധരിക്കാനായിക്കൊണ്ട് ഭഗവാൻ യജ്ഞവരാഹനായിട്ട് ആദിനാരായണമൂർത്തി ആ വരാഹരൂപത്തെയാണ് അടുത്തതായിട്ട് ആ രൂപത്തിൽ അംശം കൊണ്ട് അവതരിച്ചു എന്ന് പറയുന്നു. തൃതീയം ഋഷിസർഗം ദേവർഷിത്വമുപേത്യ തന്ത്രം സാത്വതം ആചക്ഷ നൈഷ്കർമ്മ്യം കർമ്മണം യഥാ. പിന്നെ നാരദദേവർഷിയായി പിറന്ന പരാപരൻ ഉപദേശിച്ചു നൈഷ്കർമ്മ്യം സാത്വതം തന്ത്രമത്രയും. പിന്നെ ആരായിട്ടാണ് വന്നത്? നാരദ മഹർഷിയായിട്ട് ഭഗവാൻ നാരദ മഹർഷിയായിട്ട് വന്നു. ആ നാരദ മഹർഷിയായിട്ട് വന്നതിന് ശേഷം നാരദ പഞ്ചരാത്രം എന്ന് പ്രസിദ്ധമായിട്ടുള്ള വൈഷ്ണവ തന്ത്രത്തെ അദ്ദേഹം നാരദനിലൂടെ നാരദ എന്ന് ആ വൈഷ്ണവ തന്ത്രത്തെ പറ്റിയിട്ടുള്ള ആ ഗ്രന്ഥം സൃഷ്ടിച്ചു. അതിൽ നിന്ന് കർമ്മങ്ങൾക്ക് സുഖദുഃഖങ്ങൾ മുതലായിട്ടുള്ള ഫലത്തോടുകൂടി പുനർജന്മത്തെയൊക്കെ നൽകാനുള്ള ശക്തിയെ നശിപ്പിക്കേണ്ടതായിട്ടുള്ളത് എങ്ങനെയാണ്, അതായത് ജനന മരണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ വേണം,
എന്നുള്ള കഥ ഇതൊക്കെ വിശദമായിട്ട് ആ കർമ്മങ്ങളുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഉറപ്പിച്ചിരിക്കണ ആ നാരദ പഞ്ചരാത്രം സൃഷ്ടിച്ച നാരദനെ സൃഷ്ടിച്ചു. തുര്യേ ധർമ്മകലാസർഗേ നരനാരായണ ഋഷി ഭൂത്വാത്മോപശമോ വേദം അഗരോ ദുശ്ചരം തപ. നരനാരായണന്മാരായി പിന്നീടാ പത്നിയിൽ പിറന്നു ചെയ്താൻ അത്യുഗ്ര ആത്മശമപ്രദം. പിന്നീട് ധർമ്മന്റെ പത്നിയായിട്ടുള്ള മൂർത്തി ദേവിയിൽ നിന്ന് നരനാരായണന്മാരെ ഋഷികളായിട്ട് രണ്ട് ആൾക്ക് നരൻ എന്നും നാരായണൻ എന്നും പേരിൽ ഋഷികളായിട്ട് ഭഗവാൻ അവതരിച്ചിട്ട് തപസ്സിനെ ആചരിച്ചു. ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് ഭഗവാൻ തന്നെ ആചരിച്ച് കാണിച്ചു തരണു. പഞ്ചമകപിലോ നാമ സിദ്ധേശക്കാല വിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമവിനിർണയം. സിദ്ധൻ കപിലനായി അഞ്ചാമതും ഭൂജാതനായി ഈശ്വരൻ ആ സൂര്യക്കുപദേശിച്ചു സാഖ്യം തത്വാർത്ഥ നിർണയം. പിന്നെ കപിലനായിട്ട് അവതരിച്ചു എന്ന് പറയാം. അടുത്തതിൽ കപിലനായിട്ട് അവതരിച്ചു. ഷഷ്ടമാത്രേരവത്യത്വം വ്രതപ്രാപ്തോ നസൂയയാ അന്വീക്ഷികീമലർക്കായ പ്രഹ്ലാദാദിഭ്യ ഊചിവാൻ. ആറാമതത്രിപുത്രത്വം വരിച്ചിട്ട അനസൂയനായി ഉപദേശിച്ചു പ്രഹ്ലാദ അളർക്കാദിക്കാത്മവിദ്യയെ. അതായത് ആറാമതായിട്ട് അത്രി മഹർഷിയുടെ ഭാര്യയായിട്ടുള്ള അനസൂയയിലൂടെ കൂടിയിട്ട് അനസൂയയുടെ പ്രാർത്ഥന അനുസരിച്ചിട്ട് അവരുടെ പുത്രന്മാരായിട്ട് ദത്താത്രേയ മഹർഷിയായിട്ട് അവതരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിലൂടെ ആത്മവിദ്യയെ അളർക്കൻ പ്രഹ്ലാദൻ തുടങ്ങിയിട്ടുള്ളവർക്ക് കൂടി അങ്ങനെയുള്ളവർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയാം. തത സപ്തമ ആഗുത്യം രുചേര്യാജ്ഞോഭ്യജായത സ യമാദ്യൈ സുരഗണൈരപാത് സായംഭുവന്തരം. ജുജിക്കാകൂതിയിൽ ജാതൻ യജ്ഞൻ സ്വയംഭുവാഖ്യമം മന്വന്തരത്തെ പാലിച്ചു യമാതിസഹിതൻ പ്രഭു. പിന്നെ ഏഴാമതായിട്ട് രുചി എന്ന പ്രജാപതിയുടെ ഭാര്യയാണ് ആകൂതി. ആകൂതിയിൽ യജ്ഞൻ എന്ന പേരോട് കൂടിയിട്ട് അവതരിച്ചു എന്ന് പറയാണ്. എന്നിട്ട് അങ്ങനെ ആ സ്വയംഭുവ മന്വന്തരത്തെ പരിപാലനം ചെയ്തു. അഷ്ടമേ മേരുദേവ്യാം തൂ നാഭിർജാത ഉരുക്രമ ദർശയൻ വർമ്മധീരാണം സർവാശ്രമ നമസ്കൃതം. നാഭിക്കുമേരുവിൽ ജാതൻ എട്ടാമൻ ഋഷഭൻ വഴി കാണിച്ചു പരമഹംസ ധർമ്മം സർവാശ്രമോത്തമം. പിന്നെ എട്ടാമതായിട്ട് അഗ്നീന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള നാഭിയുടെ ഭാര്യ മേരുദേവിയിലാണ് ഋഷഭാവതാരം ഉണ്ടായത്. അങ്ങനെ ആ ഋഷഭാവതാരത്തോടു കൂടിയിട്ട് ആ സർവ ആശ്രമ നമസ്കൃതം അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാവിധത്തിലുള്ളവരും എല്ലാ ആശ്രമത്തിലുള്ളവർക്കും ഉപകരിക്കുന്ന രീതിയിൽ പണ്ഡിതന്മാർക്ക് ധർമാനുഷ്ഠാനത്തെ വേണ്ടതുപോലെ ഉപദേശിച്ചു കൊടുത്തു. അത് ആ ഉപദേശിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ട് അതിനെ അനുഷ്ഠിച്ചിട്ട് അവർക്ക് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തു എങ്ങനെ വേണം എന്നുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം പോണതൊക്കെ എല്ലാം കല്ലും അതും എല്ലാം ഒരുപോലെ കണ്ട് ശരിക്കും ആ കഥയിലൊക്കെ പറയും, നാവിനെ ജയിക്കാൻ പ്രയാസമായതുകൊണ്ട് കല്ലും മണ്ണൊക്കെ വാരി വായനും നിറച്ചു അത്രേ.
അങ്ങനെ ഒക്കെ ജീവിച്ച ആ ജീവിതചര്യകളെ പറ്റിയിട്ടൊക്കെ ഋഷഭാവതാരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഋഷഭനായിട്ട് അവതരിച്ചിട്ട് അദ്ദേഹം തൻ്റെ ആ ധർമ്മത്തിനെ പണ്ഡിതന്മാർക്ക് ഉപദേശിച്ചിട്ട് അത് എങ്ങനെ ആചരിക്കുന്ന അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തു എന്ന് പറയാം. ഋഷിഭിർ യാചിതോ ഭേജേ നവമം പാർത്ഥിവം വപൂ ദുഗ്ധാമാം ഔഷധീർവിപ്രാസ്തേനായം സ ഉശസ്തമാ. ഋഷി പ്രാർത്ഥന കൈക്കൊണ്ടു പൃഥുവായി പിറന്നവൻ ഭൂവിൽ നിന്നോഷധികളെ കറന്നാനുത്തമോത്തമൻ. പിന്നെന്ത് ചെയ്തു? ഋഷികളൊക്കെ പ്രാർത്ഥിച്ചത് കേട്ടിട്ട് ഭഗവാൻ പിന്നെ ആ പൃഥു ചക്രവർത്തിയായിട്ട് അവതരിച്ചു. ആ പൃഥു ചക്രവർത്തി എന്ത് ചെയ്തു? ഭൂമിയിൽ നിന്ന് ജനക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള സകല വസ്തുക്കളെയും ഔഷധികളെ കറന്നെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളെയും ആ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തു എന്ന് പറയണു. അതുകൊണ്ട് ആ അവതാരം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയണു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് പറയുകയെങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂമിയെ പശുവിൻ്റെ രൂപത്തിൽ ആയിട്ട് ആ പശുക്കുട്ടിയായിട്ട് ഓരോരുത്തരെയും സങ്കല്പിച്ചിട്ട് ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അതിനെ അതാത് ആൾക്കാരിൽ നിന്ന് ആ വേണ്ടതിനെ ആ ഭൂമിയിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ ഓരോരുത്തരും എന്തെന്ത രീതിയിലാണോ ആ ഭൂമിയിൽ നമ്മൾ ചെയ്യണത് അതുപോലെ ആ കൃഷികളും വിളവുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ തന്നെ ഭൂമി ആ പരിപുഷ്ടിയായിട്ട് തീർന്നു എന്ന് പറയണു. രൂപം സജഗൃഹേ മത്സ്യം ചക്ഷുഷോഷധി സംപ്ലുവേ നവ്യാരോപ്യമഹീമയ്യാം ആപദ്വൈവസ്വതം മനും. മീനായി തന്തിരുവടി ചാക്ഷുഷപ്രളയാമ്പുവിൽ രക്ഷിച്ചു സത്യവ്രതനെ ഭൂമിയാകുന്ന തോണിയാൽ. അങ്ങനെ ചാക്ഷുഷം എന്നു പേരായ മന്വന്തരത്തിൻ്റെ അവസാനമായപ്പോൾ ആ സമുദ്രങ്ങളെല്ലാം ഒന്നായി ചേർന്നിട്ടൊരു പ്രളയം ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ ആ പ്രളയത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? മത്സ്യരൂപനായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ആ സമയത്ത് സത്യവ്രതൻ എന്ന രാജാവിനെ പ്രളയത്തിൻ്റെ രൂപത്തിൽ ആ സത്യവ്രതൻ എന്നുള്ള രാജാവിനെ മോഹിപ്പിച്ചുകൊണ്ട് ഭൂമിയെ തന്നെ ഒരു തോണിയാക്കിയിട്ട് ആ രാജാവിനെ ആ തോണിയിൽ കയറ്റി രക്ഷിച്ചു. എന്നിട്ട് ആ സത്യവ്രതൻ വൈവസ്വതമനുവായിട്ട് തീരുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വൈവസ്വതമനുവിനെ രക്ഷിച്ചു എന്ന് പറയണത്. സുരാസുരാണാമുദതിം മന്ധതാം മന്ദരാജലം ധദ്രേകമഠരൂപേണ പൃഷ്ട ഏകാദശേ വിഭൂ. ദേവാസുരന്മാരും ധതീമന്ദനഞ്ജൈകെ മന്ദരം മുതുകത്തേറ്റിനാൻ ആമയായിട്ടേകാദശേ വിഭൂ. അതായത് ഭഗവാൻ 11ാമതായിട്ട് ആമയായിട്ട് അവതരിച്ചിട്ട് തൻ്റെ ആ പൃഷ്ഠഭാഗത്ത് മന്ധരപർവ്വതത്തെ ധരിച്ച് ആ നിലയ്ക്ക് നിർത്തിയെന്ന്. ദേവാസുരന്മാർ തമ്മിൽ ആ പാലാഴി മഥനം സമയത്ത് കടകോലാക്കി വച്ചിരുന്ന മന്ധരപർവ്വതം സമുദ്രത്തിൽ താണുപോയി. ആ സമയത്ത് ആമയായിട്ട് വന്ന് ആ മന്ധരപർവ്വതത്തെ ഉയർത്തിയിട്ട് വേണ്ടതുപോലെ വച്ചിട്ട് രക്ഷിച്ചു. ധന്വന്തരം ദ്വാദശമം ത്രയോദശമേവ ച അപായയാൽ സുരാനന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രീയാൻ. 12 ധന്വന്തരിയൽ 13 മോഹിനി സുരർക്കമൃതപാനീയമേകി അന്യർക്കോ മോഹവും. ആ 12ാമത്തെ അവതാരം ധന്വന്തരിയായിട്ട് 13ാമത്തെ അവതാരം മോഹിനിയായിട്ടാണ്. അപ്പോൾ ആ മോഹിനി എങ്ങനെയാണ് അമൃതം ഉണ്ടായ ധന്വന്തരിയുടെ കയ്യിൽ നിന്ന് അസുരന്മാർ ആ അമൃതത്തെ എടുത്തുകൊണ്ടുപോയപ്പോൾ
മോഹിനി രൂപം ധരിച്ചുകൊണ്ട്, ആ സ്ത്രീ രൂപത്തെ ധരിച്ചുകൊണ്ട് അസുരന്മാരെ മോഹിപ്പിച്ചിട്ട് അമൃത് വീണ്ടെടുത്തിട്ട് അസുരന്മാരിൽ നിന്ന് വാങ്ങിയിട്ട് സുരന്മാർക്ക്, ദേവന്മാർക്ക് ആ അമൃതത്തെ നൽകി. അങ്ങനെ ആ മോഹിനി രൂപമാണ് ആ 13ാമത്തെ അവതാരം എന്ന് പറയുന്നു. ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദധാരാ കരജൈർവക്ഷ്യസേരകം കടഹൃദ്യഥാ പുൽപ്പായ കേരകപ്പുല്ലെന്നോണം കീറി നഖങ്ങളാൽ ഹിരണ്യകശുബുർ ഊർജസ് നാരസിംഹൻ ചതുർദശൻ. പിന്നെ ആ ഭഗവാൻ എന്ത് ചെയ്തു? ആ 14ാമത് നരസിംഹമായിട്ട് വന്നിട്ട് അധിപതിയായിട്ടുള്ള ആ ഹിരണ്യകശിപുവിന് തൻ്റെ കൈൻ്റെ നഖങ്ങളാൽ മാറിടം പിളർന്നുകൊണ്ട് ആ ഹിരണ്യകശിപുവിന് മോക്ഷം കൊടുക്കാനായിട്ട് നരസിംഹമൂർത്തിയായിട്ട് വന്നു 14ാമത്തെ അവതാരത്തിൽ. പഞ്ചദശം വാമനകം കൃത്വാ ഗദാധ്വരം ബലേ പദത്രയം യാചമാന പ്രത്യാദിൽ സുസ്ത്രിവിഷ്ടഭം. 15 ബലിയുടെ യാഗശാലയിലെത്തിയും യാചിച്ചു 3 ജോടാൽ തൈലോക്യം നേടി വാമനൻ. പിന്നെ 15ാമതായിട്ട് വാമന രൂപത്തെ എടുത്തിട്ട് ആ മഹാബലിയുടെ അടുത്ത് ചെന്നിട്ട് 3 അടി മണ്ണിനെ യാചിച്ചുകൊണ്ട് ആ 3 അടി കൊണ്ട് 3 ലോകങ്ങളെയും അളന്ന് ആ മഹാബലിയുടെ ദർപ്പത്തെയൊക്കെ ശമിപ്പിച്ച് മഹാബലിയെ അനുഗ്രഹിക്കാനായിട്ട് വാമനനായിട്ട് വന്നു എന്ന് പറയണു. അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപൻ ത്രിവസ്തകൃതകൃത്വകുപിതോ നിക്ഷത്രാം അഗരോന്മഹിം. 16 കുപിതനായി ബ്രഹ്മദ്രോഹി നൃപാലരെ 21 വട്ടം നിഗ്രഹിച്ചു ഭൃഗുരാമനായി. ആ 16ാമതായിട്ട് പരശുരാമാവതാരം കൈക്കൊണ്ടുകൊണ്ട് രാജാക്കന്മാരെ, അതായത് ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാർ മനുഷ്യരിൽ രാജാക്കന്മാരായിട്ട് വന്ന് ജനിച്ചിട്ട് ദുഷ്ടത്തരൊക്കെ ചെയ്യുമ്പോൾ 21 പ്രാവശ്യം ആ അസുരന്മാരെയൊക്കെ അസുരഭാവത്തിലുള്ള ആ രാജാക്കന്മാരെയൊക്കെ വധിച്ചിട്ട് ഭൂമിയിലെ ആ ദുഷ്ടക്ഷത്രിയന്മാരെയെല്ലാം ഇല്ലാണ്ടാക്കുന്ന പരശുരാമനായിട്ടാണ് 16ാമത് അവതരിച്ചത്. തത്ര സപ്തദശേതേ ജാതാ സത്യവത്യം പരാശരാത് ചക്രേ വേദതരോശാഖാ ദൃഷ്ട്വാ പുംസോൽപമേധസാ. 17 സത്യവതി പരാശര സമുത്ഭവൻ അല്പജ്ഞർക്കായി ഉണ്ടാക്കി 4 ശാഖകൾ. പിന്നെതാ 17ാമത് ആ സാക്ഷാൽ വേദവ്യാസനായിട്ട് അവതരിച്ചു. പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിട്ട് വന്നിട്ട് വേദങ്ങളെയൊക്കെ വിഭജിച്ചിട്ട് 4 വേദങ്ങളിൽ വിഭജിച്ചത് കൊണ്ട് വേദവ്യാസൻ ആകുന്ന വേദവ്യാസന്റെ ആ ജനനാണ് 17ാമത് ഭഗവാൻ വേദവ്യാസനായിട്ട് അവതരിച്ചു. നരദേവത്വമാപന്ന സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതപരം. നരദേവത്വം വരിച്ചു വീണ്ടും ധർമ്മപ്രസക്തനായി സമുദ്രനിഗ്രഹം ചെയ്തു വീരശ്രീരാമചന്ദ്രനായി. പിന്നെ 18ാമത് ശ്രീരാമനായിട്ട് അവതരിച്ചു. ആ ദേവന്മാരെ ആ രാക്ഷസന്മാരുടെ ആ ശല്യം കൊണ്ട് വിഷമിച്ചപ്പോൾ ഭൂമിദേവി തൻ്റെ ഭാരം സഹിക്കാൻ വയ്യാണ്ട് കരയണ സമയത്ത് അവരെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ഭൂമിയെ സങ്കടം തീർക്കാനായിട്ടും ദേവലോകത്തെ രക്ഷിക്കാനായിട്ടൊക്കെ കേവലം മനുഷ്യനായിട്ട് നരദേവത്വം എന്ന് വെച്ചാൽ മനുഷ്യനായിട്ട് വന്നു.
അവതരിച്ചിട്ട് സമുദ്രബന്ധനമൊക്കെ ചെയ്തിട്ട് മഹാപരാക്രമങ്ങളൊക്കെ ചെയ്തിട്ട് രാവണനെയൊക്കെ വധിച്ചു. അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രപ്രഭുവായിട്ട് ഇതാ 18ാമത്തെ അവതാരം എന്ന് പറയുന്നു. ഏകോനവിംശേ വിംശതിമേ വിഷ്ണുഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവതി ഭൂവോ ഭഗവാനാഹരദ്ഭരം 2 ജന്മത്തിൽ രാമകൃഷ്ണനിലൂടവൻ പിറന്നു വൃഷ്ണിവംശത്തിൽ ഭൂവിൻ ഭാരം ചുരുക്കുവാൻ. പിന്നെ രാമകൃഷ്ണന്മാരായിട്ട് ജനിച്ചിട്ട് ആ ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് പിന്നീട് രാമകൃഷ്ണന്മാരായിട്ട് ജനിച്ചു എന്ന് പറയാം. തതക്കലൗ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷം ബുദ്ധോ നാമ്നാ ജനസുത കീകടേഷു ഭവിഷ്യതി. ഇനി കലി മുഴുക്കുമ്പോൾ ആസുരത്തെ തളർത്തുവാൻ അജൻ അർഭകനായി ബുദ്ധൻ കീകടത്തിൽ ഭവിച്ചിടും. അപ്പോൾ 21ാമത്തത് ബുദ്ധാവതാരമായിട്ട് പറയണു. ഇനി ഉണ്ടാവാൻ പോണ കലി വന്നു എന്ന് പറയുമ്പോൾ കപിലവസ്തുവിനെ എന്ന സ്ഥലത്ത് അജനൻ എന്നുള്ള രാജാവിൻ്റെ പുത്രനായിട്ട് ബുദ്ധൻ ബുദ്ധനായിട്ട് അവിടെ അവതരിക്കും എന്ന് പറയുന്നു. അഥാസൗ യുഗസന്ധ്യായാം ദസ്യുപ്രായേഷു രാജസു ജനിതാ വിഷ്ണുയശസ നാംനാ കൽക്കിർജഗത്പതി. യുഗാവസാനം രാജാക്കൾ കള്ളന്മാരായി ഭവിക്കവേ ജനിച്ചിടും വിഷ്ണു യശസ്സിൻ പുത്രനാം കൽക്കിയായവൻ. അങ്ങനെ ഈ കലിയുടെ കൽക്കിയാവതാരം 22ാമത് കൽക്കിയാവതാരത്തെ പറയുന്നു. ഇനി ഉണ്ടാവാൻ പോകുന്നതാണ് കൽക്കിയാവതാരം. കലിയുഗത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെ രാജാക്കന്മാർ ജനങ്ങളുടെ സമ്പത്തിനെ മുഴുവൻ അപഹരിക്കുന്ന കള്ളന്മാർക്ക് തുല്യരായിട്ട് എല്ലാവരെയും പ്രജാപരിപാലനം ചെയ്യേണ്ടവരൊക്കെ അവരൊക്കെ ദ്രോഹിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണനിലെ കൽക്കി എന്ന പേരോട് കൂടിയിട്ട് ഭഗവാൻ അവതരിക്കും. അതിന് ഇനി എത്രയോ കാലം കഴിഞ്ഞിട്ട് വേണം, എത്രയോ 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് വേണം ആ കൽക്കി അവതാരത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട് കൽക്കി അവതാരമാണ്, കൽക്കി ഭഗവാനാണ്. ഇപ്പോഴൊന്നുമല്ല കൽക്കി വരണത്. ഇതൊക്കെ ഈ കലിയുടെ തന്നെ ഓരോ പ്രഭാവങ്ങൾ ഓരോരോ ഭാവത്തിൽ വന്ന് അതൊക്കെ അത് ഈശ്വരനായിട്ടും പലതായിട്ടൊക്കെ ആ കലി തന്നെ പല രൂപത്തിൽ വന്ന് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇതാ വരാൻ പോണുള്ളൂ കൽക്കിയുടെ അവതാരമൊക്കെയാണ്. അവതാരാഹ്യസംഖ്യേയോ ഹരേ സ്വത്വനിധിർദിജ യഥാ വിദാസിനാകുല്യ സരസസ്യു സഹസ്രശ. വറ്റാപ്പൊയ്കയിൽ നിന്നേറെ നീരൊഴുക്കുള്ള മാതിരി ഹരിതന്നവതാരങ്ങൾ എണ്ണമറ്റ വിപ്രരേ. ഋഷയോ മാനവോ ദേവോ മനുപുത്ര മഹൂജസ കാലസർവേ ഹരേരേവ സപ്രജാപതയസ്തഥാ. ദേവപ്രജാപതികളും മുനിമാരും ഋഷീന്ദ്രരും ഹരിതൻ ഭിന്നകലകൾ മഹോജസ്വികളേവരും എല്ലാവരും പറയണു. മരീചി, അതുപോലെ പ്രജാപതികൾ, നാരദര്, ഋഷിക്കൾ, വൈവസ്വതൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ആ ശ്രീഹരിയുടെ അംശാവതാരങ്ങൾ തന്നെയാണ് എന്ന് പറയാം. ഏതേജാംശകലാ പുംസാ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. അതായത് യുഗങ്ങൾ ഓരോരോ ഈ പറഞ്ഞ എല്ലാ അവതാരങ്ങളും
ഈശ്വരൻ്റെ അംശങ്ങളും അംശാവതാരം, അംശാവതാരം, ആവേശാവതാരമൊക്കെ ആകുന്നു. സാക്ഷാൽ ഭഗവാൻ എന്ന് പറയുന്നത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാൻ അതായത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം സാക്ഷാൽ പരബ്രഹ്മം ആ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ് സ്വയമേവ അവതരിച്ചിരിക്കുന്നത്. കലികാലത്തെ ജനങ്ങളുടെ ആ വിഷമത്തെ തീർക്കാനായിട്ട് ദ്വാപരത്തിൽ മനോഹരമായ ലീലകളെ ആടിക്കൊണ്ട് ആ ലീലകളിലൂടെ ഓരോരുത്തരെയും ഹൃദയത്തിനെ സ്വാന്തനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയാം. അംശാവതാരം മറ്റെല്ലാം കൃഷ്ണനെ ഭഗവാൻ സ്വയം രമിപ്പിപ്പൂ യുഗന്തോറും അസുരവ്യാകുലോർഭിയെ. അസുരന്മാരുടെ ആസുരിക ഭാവം ഭൂമിയിൽ നിറയുമ്പോൾ ആ ഭൂമിയിലുള്ള ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓരോരോ രൂപങ്ങൾ കൈക്കൊള്ളുകയാണ്. എല്ലാം പരമമായിട്ടുള്ളത് ആ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെയാണ്. സ്വയം ഭഗവാൻ എന്ന് പറയണത് ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ്. ബാക്കിയൊക്കെ അംശങ്ങളും അംശാംശങ്ങളും ആവേശങ്ങളുമായിട്ടുള്ള അനേകം അവതാരങ്ങളാണ് എന്ന് പറയാണ്. അതുപോലെ ഈ ലോകത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആ ഭഗവാൻ ദുഃഖം കൊണ്ട് ഭഗവത് ഭക്തരായവർ സങ്കടത്തിൽ നീറി വിഷമിക്കുന്ന സമയത്ത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ യുഗങ്ങൾ തോറും ആ ഭഗവാൻ ഇതുപോലെ പല രൂപങ്ങളും ഭാവങ്ങളും എടുത്തുകൊണ്ട് ആ ഭക്ത സംരക്ഷണം നൽകും എന്ന് പറയുന്നു. ജന്മഗുഹ്യം ഭഗവതോയ ഏതത് പ്രയതോ നരാസായം പ്രത്യാർഗൃണൻ ഭക്ത്യ ദുഃഖഗ്രാമാദ് വിമുച്യതേ. പ്രാതസായന്യങ്ങളിൽ ഈ അവതാരങ്ങൾ ഭക്തിയാൽ കീർത്തിച്ചുകിൽ ദൃഢം ദുഃഖഗ്രാമ നിർമുക്തി കൈവരും. ദുഃഖഗ്രാമം എന്ന് വെച്ചാൽ എന്താ? ആ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹം ആയിട്ട് കൂട്ടമായിട്ട് കുറേ വീടുകളൊക്കെ കൂടിയിട്ട് എല്ലാവരും താമസിക്കുമ്പോൾ അത് ഗ്രാമമായി അല്ലേ? അതുപോലെ അനേകം ദുഃഖങ്ങളുടെ കൂട്ടത്തിനെയാണ് ദുഃഖഗ്രാമം എന്ന് പറയണത്. അപ്പോൾ ആ എല്ലാ ദുഃഖങ്ങളും അതായത് സർവ്വ ദുഃഖങ്ങളും തീരും. അങ്ങനെ ഈ ഈശ്വരൻ്റെ ഓരോ അവതാരങ്ങളെയും പറ്റിയിട്ട് രാവിലെയും വൈകിട്ടും ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് എല്ലാ അവതാരങ്ങളും രാവിലെയും വൈകിട്ടും ഒക്കെ കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ആരാണോ പാരായണം ചെയ്യണത്, അതിരഹസ്യമായിട്ടുള്ള ഈ അവതാരങ്ങളെ വായിക്കണത്, കീർത്തനം ചെയ്യണത് എന്ന് പറഞ്ഞാൽ ഇതിനെ ആദ്യം നമ്മളെന്ത് ചെയ്യും? വായിച്ച് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ എത്രയോ അവതാരങ്ങളെ ഇവിടെ പറ്റി പറഞ്ഞു അല്ലേ? ആ അവതാരങ്ങളിൽ ഓരോന്നിനെയും എടുത്തിട്ട് ആ അവതാരത്തിൻ്റെ മഹത്വത്തെ ഇങ്ങനെ കീർത്തിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ ആരാണോ ചെയ്യുന്നത്, അതായത് സത്സംഗത്തിലിരിക്കുക എന്ന് തന്നെ ഭഗവാന്റെ മഹത്വത്തെ പറഞ്ഞുകൊണ്ട്, അറിവില്ലാത്തവർക്ക് പറഞ്ഞുകൊണ്ട് മഹത്വത്തിലിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് സർവമിതത്തിലുള്ള സംസാര സങ്കടത്തിൽ നിന്നും അവന് മോചനം ലഭിക്കണമെന്ന് പറയാം. ഏതരൂപം ഭഗവതോ അരൂപസ്യ ചിതാത്മനാ മായാ ഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. അരൂപമാം ചിദാനന്ദോൽപ്പന്നമീയുടലീശ്വരൻ രൂപപ്പെടുത്തി മഹത്തത്വാദിമായ ഗുണങ്ങളാൽ. അപ്പോൾ അരൂപമായിട്ടുള്ള ആ ഭഗവാൻ പല വിധത്തിലുള്ള രൂപങ്ങൾ എടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ പല വിധത്തിലുള്ള ആ തത്വാദിക്കുള്ള മായകളെ കൊണ്ട് പല രൂപങ്ങളെടുത്തിട്ട് ഭഗവാൻ ഇവിടെ ഓരോ ലീലയാടുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? സാധാരണക്കാരായിട്ടുള്ള ആ ഭഗവത് ഭക്തരായിട്ടുള്ള ഭക്തന്മാരുടെ സങ്കടത്തെ തീർത്തിട്ട് അവർക്ക് ആത്മജ്ഞാനം ഓരോന്നും ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക പറഞ്ഞ ഈ ഓരോന്നും ഇപ്പോൾ ഈ പറഞ്ഞ അവതാരങ്ങളെ പറ്റി കീർത്തിക്കാനല്ലേ പറഞ്ഞേ? അതിങ്ങനെ കീർത്തിച്ച് പറഞ്ഞ് ആ ഭഗവാന്റെ മഹത്വം നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആ ഈശ്വരൻ്റെ ഈശ്വരനെ പറ്റി ധാരാളം പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കേണ്ട അതേ ഈശ്വര ചൈതന്യം തന്നെയാണ് എന്ന് പറയാം. അപ്പം നമുക്ക് അനുഭവമായിട്ട് തരും. നമ്മുടെ ഉള്ളിലും ആ ഭഗവാനാണുള്ള സത്യം ബോധിച്ചിട്ട് നമുക്ക് ആ അനുഭവമായിട്ട് തീരണു. ഈ ഒരു
നമ്മളെല്ലാവരും ഈശ്വരനിൽ നിന്നുണ്ടായതാണ്, ഈശ്വരനിലേക്ക് തിരിച്ചെത്തേണ്ടതാണെന്നുള്ള ബോധത്തോടു കൂടിയിട്ട് സർവാത്മന ഈശ്വരനെ ആശ്രയിക്കാനായിട്ട്, ആ ശ്രീകൃഷ്ണ പാദങ്ങളെ ആശ്രയിക്കാനായിട്ട് കാരണമായിട്ട് തീരണം. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതുപോലെ ഓരോരോ രൂപങ്ങളെടുത്തിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച് നമ്മുടെ മുന്നിൽ ഓരോ ലീലകൾ ആടിയത് എന്ന് പറയാം. യഥാനപസി മേഘൗഘോ രേണുർവാ പാർത്ഥിവോനിലെ ഏവം ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭീ. മാനത്തെ മുകിലായി വായുവിനെ ധൂളികലാപമായി ദേഹീയദേഹമായി തെറ്റിദ്ധരിച്ചിടുന്നിതജ്ഞത. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മളിതാ ഈ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനല്ല ഈ ശരീരം, ഞാൻ ഈ ശരീരമാണെന്ന് കൽപ്പിച്ചിരിക്കുന്നത് എന്താ? അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞത കൊണ്ടാണ്. യഥാർത്ഥ വസ്തുവിനെ മറച്ചിരിക്കുന്നത് നമ്മുടെ അജ്ഞതയാകുന്ന ആ കാർമേഘം കൊണ്ട് ഇതാ മറച്ചിരിക്കുകയാണ്. ആ വായുവിനെ ആശ്രയിച്ചിട്ട് ചലിക്കുന്ന മേഘരൂപത്തെ കണ്ടിട്ട് ആൾക്കാരെന്താ പറയണേ? വായുവിനെ ആശ്രയിച്ചിട്ട് വായു ചലിക്കണോട് കൂടിയിട്ടാണ് ആ മേഘങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നത്. അപ്പം അതിനെ കണ്ടിട്ട് ജനങ്ങൾ പറയുന്നത് ആകാശമാണ് എന്ന് പറയുന്നു. ആ മേഘങ്ങളാണ് ആകാശം എന്ന് തെറ്റിദ്ധരിക്കണ പോലെ ഈ ശരീരം താനാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയണില്ല എന്ന് പറയാം. അതപ്പരം യദവ്യക്ത അവ്യൂഢം ഗുണവ്യൂഹിതം അധിഷ്ഠാശ്രുതവസ്തുത്വാത് സജീവോ യത് പുനർഭവ. അധിഷ്ഠാശ്രുതവ്യക്തിത്വം അവ്യൂഢഗുണനിർമ്മിതം ജീവനുണ്ടന്യമാം രൂപം അതിന്നത്രേ പുനർഭവം. ഈ സ്ഥൂലമായിട്ടുള്ള ശരീരത്തെ മാത്രമല്ല ആത്മാവിലെ ആരോപിക്കുന്നത്. അതിൽ അപ്പോൾ ഈ ജീവൻ ആ സ്ഥൂല ശരീരത്തെ വിട്ടുപോകും, പുനർജന്മത്തെയൊക്കെ അവലംബിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ ലിംഗദേഹത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് ലിംഗദേഹം ജീവൻ്റെ കർമ്മപ്രാരാബ്ധങ്ങളെ അനുഭവിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അത് ഈശ്വരനല്ല, അതല്ല നമ്മൾ. ഈ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജീവന് ഇപ്പോൾ തൽക്കാലം ആ ജീവൻ ആ ശരീരത്തിലിരുന്നു കൊണ്ട് ആ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മപ്രാരാബ്ധങ്ങളെയൊക്കെ അനുഭവിക്കണം. അതിൻ്റെ ഉള്ളിൽ സാക്ഷിയായിട്ട് എല്ലാത്തിനെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് ഭഗവാൻ ഇരിക്കുന്നു. എപ്പോഴാണോ ആ ജീവന് തൻ്റെ കർമ്മപ്രാരാബ്ധങ്ങൾ ആ ശരീരത്തിലിരുന്നിട്ട് ഇന്ന കർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കണമെന്നുണ്ട്, അതിൻ്റെ ആ സമയം വരുമ്പോൾ ആ ശരീരത്തിന് ആരാണ് ആ ശരീരത്തിൽ നിന്ന് ആ ഭഗവാൻ സാക്ഷാൽ ആ ഉള്ളിലെ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരൻ, അന്തര്യാമയായ ഈശ്വരൻ ആ ശരീരത്തെ വിട്ട് മാറുമ്പോൾ അത് ജഡമായിട്ട് തീരണു. അപ്പോൾ ഭഗവാൻ ഇവിടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത് ചൈതന്യം. ഭഗവാൻ ഇല്ലെങ്കിൽ ഇത് ജഡമായിട്ട് തീരുകയാണ് ചെയ്യണത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം എന്ന് പറയുന്ന ശരീരം? ആ കർമ്മം പൂർവ്വജന്മകൃതത്തിലുള്ള ആ കർമ്മവാസനകളെയൊക്കെ തീർത്ത് പൂർണ്ണമായിട്ടും ആ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ഈശ്വര കഥകളെയൊക്കെ കേട്ടുകൊണ്ട് ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ആ സാക്ഷാൽ ഈശ്വരനാണ്. ആ ഈശ്വരനെ ഇതാണ് അലിഞ്ഞു ചേരേണ്ടത്, ഈശ്വരപ്രാപ്തിയാണ് എന്നുള്ളതിനെയൊക്കെ ബോധിച്ച് എല്ലാവിധത്തിലെ കർമ്മങ്ങളെയും ഭഗവാനിൽ സമർപ്പിച്ച് ആ കർമ്മങ്ങൾ പുണ്യവും പാപവും ഒന്നും ഇല്ലാണ്ട് ഒരു കർമ്മവും നമുക്ക് ഇല്ലാണ്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഭഗവാനിൽ അലിഞ്ഞു ചേരും. അതിന് വേണ്ടിയിട്ടാണ് ഓരോ ശരീരവും എന്ന് പറയുക. യത്രമേ സതസദ്രൂപേ പ്രതിക്ഷിതേ സുസംവിധ അവിദ്യയാത്മനീകൃതേ ഇതി തദ്ബ്രഹ്മദർശനം. അവിദ്യയാൽ
സതസരൂപങ്ങൾ പരികൽപ്പിതം ജ്ഞാനോദയത്തിലാത്മാവും ബ്രഹ്മമെന്നറിയുന്നു നാം. അറിവില്ലായ്മ വരെ നമ്മളിതാ ഇങ്ങനെ ഈ ശരീരം ഞാനാണ്, ഇത് ചെയ്യുന്ന കർമ്മങ്ങൾ എൻ്റെയാണ്, ഇതിനോട് ബന്ധപ്പെട്ടവരൊക്കെ എൻ്റെയാണെന്ന് പറഞ്ഞ് അതിലിങ്ങനെ ചെന്ന് വീണിട്ട് പിന്നെ വീണ്ടും കർമ്മം ചെയ്ത് വീണ്ടും കർമ്മം ചെയ്ത് ആ പുണ്യപാപങ്ങളൊക്കെ ആയിട്ടുള്ള കർമ്മപ്രാരാബ്ദങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ജനിക്കാനായിട്ട് ഇടവരികയാണ് ചെയ്യണത്. ഒരു ജീവന് അറിവുണ്ടാവുമ്പോൾ ഈ ശരീരം താനല്ല, ശരീരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ആത്മാവ് തന്നെയാണ് എന്ന് പറയണത്. അതായത് ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഈ പരമാത്മാവായിട്ടുള്ള ആ പരബ്രഹ്മത്തിൽ നിന്ന് അതിൽ തന്നെ നിലനിൽക്കുന്ന ഒരംശം മാത്രമാണ് എന്നുള്ള സത്യത്തിനെ ബോധിച്ച ആ അറിവ്, അതിനെയാണ് ബ്രഹ്മദർശനം എന്ന് പറയണത്. അത് ഉണ്ടാവുന്ന ആ നിമിഷം ആ ജീവൻ ബ്രഹ്മം തന്നെയായിട്ട് മാറുന്നു എന്ന് പറയാം. യദ്യേഷോ പരതാ ദേവി മായാ വൈശാരദീമതി സമ്പന്ന ഏവേദി വിദുർമഹിംനി സ്വേ മഹീയതേ ഏവം ജന്മനി കർമാണി ഹ്യകർത്തും അജനസ്യ ച വർണ്ണയന്തി സ്മ കവയോ വേദഗുഹ്യാനി ഹൃത്പദേ. മായ വിദ്യാരൂപിണിയായി കണ്ടെത്തപ്പെട്ടുവെങ്കിലോ ജീവനെ ബ്രഹ്മം ആനന്ദകരമാ ദിവ്യദർശനം. ഈ മട്ടിൽ നിഷ്ക്രിയൻ അജൻ ജന്മകർമ്മങ്ങൾ ചെയ്വതായി വേദത്തിൽ ചൊന്നപോൽ വർണ്ണിക്കുന്നു കവികളീശനെ. അപ്പോൾ പറയാണ്, ആ സംസാരത്തിൻ്റെ കാരണഭൂതയായിട്ടുള്ള ആ ഭഗവന്മായ നശിക്കാതിരിക്കുമ്പോഴാണ് ജീവന് ബ്രഹ്മത്വം സിദ്ധിക്കാത്തത്. അപ്പം അതുകൊണ്ട് ആ മായ തന്നെ വിദ്യാരൂപേണ വിളങ്ങുമ്പോൾ ആ സത്യം നമുക്ക് അപ്പോൾ വിദ്യ വിളങ്ങിയാൽ എന്താ, അറിവുണ്ടായാൽ മറ്റേ അജ്ഞാനം നശിക്കുമല്ലോ. അപ്പോൾ വിദ്യാരൂപത്തിൽ ആ മായ വിളങ്ങുമ്പോൾ അജ്ഞാനം ഇല്ലാണ്ടാവണം, ആ വിദ്യ ഇല്ലാണ്ടാവണം. അങ്ങനെയാകുമ്പോൾ ആ സച്ചിദാനന്ദ രൂപമായിട്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മസ്വരൂപത്തെ മറച്ച ആവരണം ഇല്ലാണ്ടായിട്ട് ആ സത്യത്തെ ബോധിക്കാൻ പറ്റണം. ആ ജീവന് ജന്മകാരണം ഈ മായയാണ് എന്ന പോലെ ഈശ്വരൻ്റെയും ആ ജന്മകാരണം മായ തന്നെ എന്ന് ബോധിക്കുക എന്ന് പറയാണ്. പക്ഷെ എന്താ, ആ മായ ജീവനെ മറക്കുന്നു. പക്ഷെ അതുപോലെ ആ മായ ഭഗവാനെ മറക്കില്ല. ഭഗവാനിൽ നിന്നുണ്ടായതാണ് മായ. അപ്പം മായ ഭഗവാനെ ബാധിക്കില്ല. നമ്മൾ ഭഗവാനിൽ നിന്നുണ്ടായ അംശമാണ്, മായയും ഭഗവാനിൽ നിന്നുണ്ടായതാണ്. അപ്പം നമ്മളെ മായ മറക്കണു, ആ ഭഗവാനെ മായ മറക്കില്ല. അതുകൊണ്ട് അതാണ് വ്യത്യാസം. അപ്പം ഈശ്വരൻ നിത്യമുക്തനും സർവജ്ഞനുമാകുന്നു. ജീവൻ ആ ബദ്ധനും ബദ്ധനും അറിവില്ലാത്തവനും അജ്ഞാനിയുമായിട്ട് തീരുകയാണ്. അപ്പം നിത്യമുക്തനും സർവജ്ഞനുമായിട്ട് ഈശ്വരനെ സർവാത്മന ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണ്, ജീവൻ്റെ ആ ബന്ധത്തെ ഇല്ലാണ്ടായിട്ട് മുക്തനാവാനായിട്ട് സാധിക്കും എന്ന് പറയാണ്. സവാ ഇദം വിശ്വമമോഖലീലാ സൃജത്യവത്യത്തി ന സജ്ജതേസ്മിൻ ഭൂതേഷു ചാന്തർഹിത ആത്മതന്ത്ര ഷഡ്വർഗികം ജിഘ്രതി ഷഡ്ഗുണേശ. ഈ മട്ടിലീ വിശ്വമമോഖലീലൻ സൃഷ്ടിച്ചു പാലിച്ചു ഹനിപ്പു, പക്ഷേ അതിൽ കുടുങ്ങാതറിയുന്നു സർവ ഷഡ്വാഗികാന്തർഗതി ഷഡ്ഗുണേശൻ. ജീവനും ഈശ്വരനും ഈശ്വരൻ്റെ സൃഷ്ടിയാദികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീലകളാണ്. ഭഗവാന്റെ
ലീലകളാണ്. ആ ഭഗവാൻ ഒരു കുട്ടി എങ്ങനെയാണോ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുക അല്ലേ, അപ്പം മണ്ണപ്പം ചുട്ട് കളിക്കുന്ന ആ കുട്ടിക്ക് അറിയാം അത് താൻ ഇങ്ങനെ ഉണ്ടാക്കേണ്ടതാണ്, ഇതൊക്കെ അതിന് ഇത് ചോറാണ്, ഇത് കൂട്ടാനാണ്, ഇത് അപ്പാണ്, ഇത് പപ്പടമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനറിയാം അത് വെറും അതിൻ്റെ ഒരു ലീല മാത്രമാണ്. പക്ഷേ അതിലും ചെറിയൊരു കുട്ടിയാണ്, അറിവില്ലാത്തൊരു കുട്ടി ചെന്നിട്ട് ഇത് ചോറാണ് ഉണ്ടോളൂന്നാണ് അത് പക്ഷേ മണ്ണ് വാരി തിന്നു വരും. കാരണം അതിനറിയില്ല അത് സത്യമാണെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ഈശ്വരൻ്റെ ലീലകളാണ് സൃഷ്ടി, അത് ജീവസങ്കല്പം പോലെയല്ല. അപ്പോൾ ഈശ്വരൻ ഇച്ഛിക്കുന്ന മാത്രയിലാണ് ഈ സർവ്വം ഉണ്ടാവണത്. എപ്പോഴാണോ അത് വേണ്ടാന്ന് നിൽക്കുന്നത് അപ്പോൾ എല്ലാം ഇല്ലാണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ജീവൻ കർമ്മങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈശ്വരൻ കർമ്മങ്ങളോട് ചേർച്ചയില്ലാണ്ട് സ്വതന്ത്രനായിട്ട് നിൽക്കണം. അതാണ് വ്യത്യാസം. അപ്പം നമ്മൾ ചെയ്യുന്നത് ഞാനാണ്, ഈ ശരീരം ഞാനാണ്, ഇതൊക്കെ എൻ്റെയാണ്, ഈ ചെയ്യുന്നതൊക്കെ ഞാനാണ്, എൻ്റെ ശക്തി കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ മിടുക്ക് കൊണ്ടാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഇതൊന്നുമല്ല. ആ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ആ ചൈതന്യം ഇല്ലാണ്ടായാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പം അതുകൊണ്ട് ആ ഭഗവാനാണ് നിഗൂഢനായിട്ട് നമ്മുടെ ഉള്ളിലെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരനാണ് നമ്മുടെ ഉള്ളിൽ നിഗൂഢനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാനെ, ഒന്നിനോടും ചേർച്ചയില്ലാണ്ടിരിക്കുന്ന ആ ഭഗവാനാണ് നമുക്ക് എന്നിട്ട് എന്ത് ചെയ്തു, ഇതൊക്കെ എൻ്റെ ആണെന്ന് വിചാരിച്ച് വിഷയസുഖങ്ങളിൽ ചേർന്നിരുന്നു കൊണ്ട് ആ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കാനിടയാവുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് പറയാം. നചാസ്യ കിഞ്ചിൻ നിപുണേന ധാതൂരൈ നചാസ്യ കിഞ്ചിത് പുരുഷേന ധാതുർ അവൈത്തി ജന്തുർക്കുമിനീഷ ഊദീ നാമാനി രൂപാണി മനോവചോഭി സന്തന്വതോ നടചര്യാമിവാജ്ഞ. നാമങ്ങൾ രൂപങ്ങൾ മനസ്സിൽ വാക്കിൽ വിടർത്തുമീ ഈശ്വരലാസ്യ ഭംഗി അശുദ്ധഹൃത്തിൽ കുമനീഷ കൊണ്ടു പകർന്നു കിട്ടാ നടചര്യ പോലെ. ഈശ്വരൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടികളൊക്കെ ചെയ്യണത്, എന്തിനു വേണ്ടിയിട്ടാണ് ജീവനെയൊക്കെ ഇങ്ങനെ ഓരോരോ ജീവരൂപേണ വന്നിട്ട് വിഷയഭോഗങ്ങളെയൊക്കെ അനുഭവിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനൊന്നും നമ്മളെപ്പോലെയുള്ളവർക്കൊന്നും സാധിക്കില്ല. ഈശ്വരൻ്റെ ഇച്ഛ എന്താണെന്ന് പറയാൻ ആകെ ഈശ്വരന് മാത്രമേ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് ഈശ്വരൻ ഇങ്ങനെ ചെയ്യണേന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല. ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് അറിയാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ആ ഈശ്വരൻ്റെ ഇച്ഛ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വെച്ചാൽ ഈശ്വരൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണേ, എന്താ ഈശ്വരൻ്റെ ഇച്ഛ എന്നറിയാനൊക്കെ ആയിട്ട് നമുക്ക് സാധിച്ചു എന്ന് വെച്ചാൽ നമ്മളും ഈശ്വരനും തമ്മിൽ പിന്നെ എന്താ ഭേദമുള്ളത്, നമ്മളും ഈശ്വരനും ഒരുപോലെയല്ലേ. അപ്പം അതുകൊണ്ട് അതിനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ആ വക ചോദ്യങ്ങളെ കൊണ്ട് നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്, അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല എന്ന് പറയണു. സവേദധാതുപദവിംബരസ്യ ദുരന്തവീര്യസ്യ രഥംഗപാണേയോ മായയാ സന്തതയാനുവൃത്യ ഭജേത തൽപാദ സരോജഗന്ധം. ആരുണ്ടു നിഷ്കൽമഷഭക്തിയോടെ സുതിപ്പുതൽപാദ സരോജഗന്ധം അവന് കിട്ടുന്നു രഥംഗപാണി സ്വരൂപബോധം ഭവമുക്തിമാർഗം. ആർക്കും അതിനെപ്പറ്റി അറിയാൻ കഴിയില്ല. ഭഗവാന്റെ ലീലകൾ എന്താണ്, ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അതൊന്നും അന്വേഷിക്കാതെ കണ്ട് എല്ലാം ആ ഭഗവാന്റെ കാരുണ്യം. ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ കാരുണ്യം, ഭഗവാനെ പറ്റി കേൾക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ മഹത്വം അനുഭവിക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ ഭക്തന്മാരെ പറ്റി അറിയാൻ കഴിഞ്ഞതൊക്കെ ഭഗവാന്റെ കാരുണ്യം. അങ്ങനെ എപ്പോഴും ആ ഈശ്വരനിൽ മാത്രം, ആ മനസ്സ് ഭക്തിമാർഗത്തിൽ മാത്രം അങ്ങനെയുള്ള മനസ്സ് വച്ചുകൊണ്ട് ഇരിക്കുന്ന ഭക്തന്മാരുണ്ടല്ലോ, ആ ഭക്തൻ തന്നെയാണ് ആ ഭഗവത് തത്വത്തെ നന്നായി അവർക്ക് മാത്രമേ ആ ഭഗവാന്റെ തത്വം എന്താണെന്ന് ശരിയായിട്ട് ഉൾക്കൊള്ളാനും ആ പരമാനന്ദത്തെ അനുഭവിക്കാനും സാധിക്കുള്ളൂ.
കാരണം അവർക്ക് യാതൊന്നും ആഗ്രഹമില്ല ഭഗവാനിൽ നിന്ന്. ഭഗവാൻ എന്തിനാണ് ഭൂമി സൃഷ്ടിച്ചത്, എന്താ അങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അവർ പറയണ ഇതൊക്കെ സൃഷ്ടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലൊരു സൃഷ്ടിയായിട്ട് നമുക്ക് വരാൻ പറ്റുമോ? ഈശ്വരൻ്റെ കഥകളെ കേൾക്കാൻ പറ്റുമോ? ഈ ആനന്ദത്തിനെ അനുഭവിക്കാൻ പറ്റുമോ? അപ്പോൾ അതൊന്നുമല്ല, അവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് ആകെ കൂടി വേണ്ടത് ഈശ്വരൻ്റെ കഥകളെ പറയുക, പാടുക, ആനന്ദിക്കുക. അതുമാത്രമേ ഉള്ളൂ, അതിലപ്പുറം ഒന്നുമില്ല. അങ്ങനെയുള്ളവരാണ് ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ട് ഈശ്വര തത്വത്തെ അറിഞ്ഞിട്ട് അനുഭവിക്കുന്നത്. അവർക്കൊക്കെയാണ് കൃഷ്ണാനുഭവം, സച്ചിദാനന്ദം അനുഭവിക്കാൻ സാധിക്കണത് എന്ന് പറയാം. അധേഹധന്യ ഭഗവന്ത ഇത്തം യദ്വാസുദേവ അഖില ലോകനാഥേ കുർവന്തി സർവാത്മകാമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്ര. ഹാ വാസുദേവാഖില ലോകനാഥാർപ്പിതാശയന്മാർ അതിധന്യർ നിങ്ങൾ, സർവാത്മകാത്മപ്രണയത്തിലില്ല സംസാരചക്രഭ്രമണോഗ്രദുഃഖം. സർവാത്മകാത്മപ്രണയത്തിലില്ല സംസാരചക്രഭ്രമണോഗ്രദുഃഖം. അപ്പോൾ പറയണു ഭക്തിമാർഗത്തിലെ ശൗനകാദി ഋഷീശ്വരന്മാരോട് സൂതൻ അവരോട് പറയണ ശൗനകാദി ഋഷീശ്വരന്മാരോട് ഭക്തൻ ഭഗവത് തത്വത്തെ നന്നായി അറിയണു എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊക്കെ പരമഭാഗ്യവാന്മാരാണ്. കാരണം ആ ഭാഗവതമാകുന്ന സുധയെ പാനം ചെയ്ത് ആ ഭക്തിയിൽ അലിഞ്ഞുകൊണ്ട് ലോകത്തിനെ മുഴുവൻ മറന്ന് സ്വന്തം ശരീരബോധം പോലും ഇല്ലാണ്ടായിട്ട് പരമാനന്ദം അനുഭവിക്കാൻ സാധിച്ചവരല്ലേ നിങ്ങൾ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതുപോലെ ഭഗവത് വിഷയമായ കാര്യങ്ങളിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വാക്കുകളെ കൊണ്ട് ഇതുപോലെ ഞങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ ആനന്ദിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സർവ സന്താപങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന ആ ഭക്തി ജനിക്കാൻ കാരണമായിട്ടുള്ള ആ ഭാഗവത ശ്രവണാഴ്ച ഉണ്ടായതിൽ നിങ്ങളെല്ലാവരും ധന്യന്മാർ തന്നെ എന്നതാ ഇവിടെ പറയാണ്. ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. ഇതു ഭാഗവതാഭിഖ്യ പുരാണം ബ്രഹ്മ സംഹിതം ഉത്തമശ്ലോകചരിതം രചിച്ചു ഭഗവാൻ ഋഷി. ഇത് ഭാഗവത പുരാണം എന്ന് വെച്ചാൽ നാമത്തിൻ്റെ മഹത്വത്തെ, ഈശ്വരനാമത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് ഭാഗവത പുരാണം. ഇങ്ങനെയുള്ള ഈ വേദത്തോടു കൂടിയിട്ട് സദൃശ്യമായിട്ടുള്ളത് ആ ഭഗവാന്റെ അവതാര ചരിതമൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഭാഗവതം. ശരിക്കും വേദത്തിൻ്റെയൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ ദ്രവരൂപത്തിൽ അതിൻ്റെയൊക്കെ സത്തയാണ് ഈ ഭാഗവതം. അപ്പോൾ ഭാഗവതം എന്ന പേരോടുള്ള ഈ പുരാണത്തെ വ്യാസമഹർഷി ഉണ്ടാക്കി എന്ന് പറയാം. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹദ്ദതിതം ഗ്രാഹയാമാസ സൂതാമാത്മാവതം വരം. സർവവേദേതിഹാസാനം സാരം സമുദ്യതം സദൂ സംശ്രാവയാമാസ മഹാരാജ്യം പരീക്ഷിതം. പ്രായോപവിഷ്ടം ഗംഗായം പരീതം പരമർഷഭി തത്ര കീർത്തയതോ വിപ്രർഷേർഭൂരി തേജസ. ധന്യം ശ്രീമദ്ഭാഗവതം പഠിപ്പിച്ചൻ സ്വപുത്രനെ പരമജ്ഞാനിയെ വ്യാസൻ ലോകശ്രേയസ്സുദിക്കുവാൻ. പുത്രനോ വേദേതിഹാസ സാരമിതത്രയും ചൊല്ലിക്കേൾപ്പിക്കുകയും ചെയ്തു പരീക്ഷിരാജരാജനെ. പ്രായോപവിഷ്ടനായി ഗംഗാതീരത്ത് ഋഷിവരീതനായി ഭൂരി തേജസ്വി വിപ്രർഷി പറഞ്ഞ കഥ കേൾക്കുവാൻ.
ചെന്നിരുന്നു ഞാനവിടെ ഗ്രഹിച്ചൻ മുനിവാഗ്മയം വിപ്രരെ നിങ്ങളോടോതാം കേട്ടാൽ കേട്ടപോൽ ശക്തി പോലെയും. അപ്പോൾ പറയണു ഈ ലോകത്തിലെ സകല ഭാഗ്യത്തെയും ജനിക്കുന്നവർക്ക് ഈ മഹാത്മ്യമേറിയിട്ടുള്ള ഈ ഭാഗവത പുരാണത്തെ ലഭിക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഭാഗവത പുരാണത്തെ സാക്ഷാൽ വേദവ്യാസര് തൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു. അപ്പോൾ അത് ഉപദേശിക്കാൻ കാരണം അത് മഹാത്മാക്കൾ പറയും, ഈ ജനിച്ച ഉടനെ തന്നെ എല്ലാം ഉപേക്ഷിച്ച് പോയി ബ്രഹ്മത്തിൽ അലിഞ്ഞ ബ്രഹ്മമായി ഇരുന്ന് അങ്ങനെ ആ നിർവികൽപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വേദവ്യാസരത ഈ ശ്രീമദ് ഭാഗവതത്തെ എഴുതിക്കൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്കായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ശിഷ്യന്മാർ ആ ഭാഗവതത്തിലെ ഓരോരോ ശ്ലോകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ശ്രീശുക ബ്രഹ്മർഷി ഇരിക്കുന്ന ആ സ്ഥലത്ത് ചെന്നിട്ട് ഭാഗവതം ഇങ്ങനെ അവർ ഉറക്കെ പാടിക്കൊണ്ട് അവിടെ ഈ പൂജയ്ക്ക് ആവശ്യമായ ചമത പുല്ല് അതൊക്കെ പറിക്കാനൊക്കെ ആയിട്ട് കാട്ടിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ എടുക്കുന്ന സമയത്ത് ഭാഗവതം ഇങ്ങനെ ഉറക്കെ പാടിക്കൊണ്ടാണ് അവർ നടക്കണത്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ആ ഭക്തി കൊണ്ട് ആ ഭക്തിയിലെ ആ ആനന്ദം സച്ചിദാനന്ദം ഭക്തിയുടെ പരമാനന്ദം അനുഭവിക്കാനായിട്ട് ആ ശിശുക മഹർഷിക്ക് സാധിച്ചു. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മം ആയിട്ട് ഇരിക്കണേക്കാൾ എത്രയോ രസമുണ്ട് ആ ബ്രഹ്മാനന്ദത്തിനെ, ആ ഭക്തിയുടെ ആനന്ദത്തിനെ അനുഭവിച്ചുകൊണ്ട് ആ ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയിൽ ഇരിക്കണത് എന്ന് ആലോചിച്ചിട്ട് അവിടെ നിന്ന് വന്ന് ഈ ശിഷ്യന്മാരോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത് ഭാഗവതത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിന് അറിവില്ലായ്മയൊന്നുമല്ല, പക്ഷേ അദ്ദേഹം അത് ചോദിച്ച് വേദവ്യാസൻ്റെ അടുത്ത് ചെന്നിട്ട് ആ അച്ഛനിൽ നിന്ന് സാക്ഷാൽ ബ്രഹ്മമായിട്ടിരിക്കുന്ന ശ്രീശുകർക്ക് ഇതൊക്കെ അറിയാത്തതാണോ? അല്ല, എങ്കിലും അത് അച്ഛനിൽ നിന്ന് ഉപദേശമായിട്ട് സ്വീകരിച്ചിട്ട് അങ്ങനെ സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരം മുഴുവനും ആയിട്ടുള്ള ആ അമൃതദ്രവം പോലെ അമൃതിന് തുല്യമായിട്ടുള്ള ഭാഗവത പുരാണത്തെ ഇങ്ങനെ പാടിക്കൊണ്ട് ലോകം മുഴുവനും ഇങ്ങനെ നടക്കുകയാണ്. അത് എല്ലാവർക്കും ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരീക്ഷിത്ത് മഹാരാജാവ് ആ മുനികുമാരൻ്റെ ശാപത്താൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഗംഗയുടെ തീരത്ത് വന്നിട്ട് പ്രായോപവേശം ചെയ്തിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അവിടെ ഋഷിമാരോടിങ്ങനെ ചോദിക്കുന്നു, എന്താണ് അല്ലേ ആ ഭാഗങ്ങളൊക്കെയാണല്ലോ നമ്മൾ വായിക്കുന്നത്, എന്താണ് ശ്രേഷ്ഠം, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. മരിക്കാൻ പോണ ആളെന്താ, കുറേ ചോദ്യങ്ങൾ ആദ്യം ചോദിച്ചില്ലേ, ആ ചോദ്യങ്ങൾ ഒക്കെ ചോദിച്ചിട്ട് ഇരിക്കണ ആ സമയത്ത് ഇതിന് ഉത്തരം പറയാൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാനായിട്ട് എല്ലാവരും മൗനമായിട്ട് ഇരിക്കുന്ന ആ സമയത്ത് ഉറക്കെ ആ ഭാഗവതത്തെ പാടിക്കൊണ്ട് അവിടേക്ക് ആ വ്യാസപുത്രനായുള്ള ശ്രീശുകർ വന്നിട്ട് ആ ശ്രീശുകര് പരീക്ഷത്തിനെ ഈ ഭാഗവതം പറഞ്ഞു കേൾപ്പിച്ചു. പരീക്ഷിത്ത് മഹാരാജാവിന് അങ്ങനെ ആ ഭാഗവതം പറഞ്ഞ് കേൾപ്പിക്കുന്ന ആ സമയത്ത് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ മഹാഋഷീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റി. ഞാനും അവിടെ ഇരുന്നിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ഋഷീശ്വരന്മാർ വന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും ആരാ പറയണത്, സുതം പറയാണ്, ഞാനും അവിടെ വന്നിരുന്നിരുന്നു. ആ ഭാഗവത കീർത്തനം ചെയ്യുന്ന ആ ബ്രഹ്മതേജസ്സുള്ള ആ ഋഷീശ്വരനിൽ നിന്ന് എനിക്കും ആ ഭാഗവതം കേൾക്കാനായിട്ട് സാധിച്ചു. അത് എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നത് വേണ്ടത്ര എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എനിക്ക് അറിയില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ അറിയില്ല, അതിൻ്റെ അർത്ഥം ഞാൻ പറയണ പോലെയാണോ അറിയില്ല. കാരണം അത്യന്തം രഹസ്യം എന്ന് പറയണില്ലേ, അത് മനസ്സിലാക്കാൻ ഭഗവാനെ അറിയാൻ അത്രയും പ്രയാസമാണ്. എങ്കിലും എങ്ങനെയാണോ ഞാൻ അറിഞ്ഞത്, ഇപ്പം നമ്മളിവിടെ പറയണ പോലെ എങ്ങനെയാണോ നമുക്കറിയണേ, അതുപോലെ നമുക്കിത് വായിക്കാൻ കൊതി എന്ന് പറയണ പോലെ എങ്ങനെയാണോ ഞാൻ അറിഞ്ഞത് അതിനെപ്പറ്റി എനിക്ക് എങ്ങനെയാണോ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റണത് അതുപോലെ ഞാനിതാ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തരാം എന്ന് പറയണു. കൃഷ്ണേ സ്വധാമോപഗതേ
ധർമ്മജ്ഞാനാദിഭിः സഹ കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോദിത. ധർമ്മജ്ഞാനാദിയും കൃഷ്ണനൊപ്പം മറകയാലിതാ കലിയാൽ അന്ധർ നമ്മൾക്കീ പുരാണാർക്കൻ നവോദിതന്ത. ഇപ്പോൾ നമ്മളെവിടെയാണ് കലികാലത്തായിരിക്കണത്. ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴാണോ ഈ ഭൂമിയിൽ നിന്ന് സ്വധാമത്തിൽ, അതായത് തൻ്റെ ആ സുന്ദരമായ ശരീരത്തിനെ മറച്ചത്, അപ്പോൾ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ മറഞ്ഞതുപോലെയായി അല്ലേ. സൂര്യനെ നമുക്ക് കാണാൻ പറ്റാത്ത പോലെ മറഞ്ഞു പോയി, നമ്മളാകെ ഇരുട്ടിലായിപ്പോയി. പക്ഷേ നമ്മുടെ ഇരുട്ടിനെയൊക്കെ നീക്കിയിട്ട് അവിടെ പ്രകാശം പരത്താൻ വേണ്ടിയിട്ട് ആരുണ്ട് ഇവിടെ? ആ പുരാണ സൂര്യൻ ആയിട്ടുള്ള ഭാഗവതം ഇവിടെയുണ്ട്. ഭഗവാൻ ആ ഭാഗവതത്തിലാണ് അലിഞ്ഞു ചേർന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഏതു രൂപത്തിലായിട്ട് പുരാണ സൂര്യനായിട്ടുള്ള ഭാഗവതമായിട്ട് അവിടെ വന്നു. അപ്പോൾ ആ ഭാഗവതം കലിയിലെ ജനങ്ങൾ അറിവില്ലാത്തവരും അധർമ്മത്തിലൊക്കെ പെട്ടിട്ട് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് വെളിച്ചം കാട്ടിക്കൊടുക്കാനായിട്ട് ഭാഗവത സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ അങ്ങനെയുള്ള ആ ഭാഗവത സൂര്യന് ലോകത്തിൽ മുഴുവനും പ്രകാശം പരത്തുന്ന സൂര്യനെ പോലെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിനെ മുഴുവനും നീക്കിയിട്ട് അവിടെ ജ്ഞാനപ്രകാശം പരത്താൻ അത്യുത്തമമാണ് ഈ ഭാഗവതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 3-ാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യായേ തൃതീയോധ്യായഃ എന്ന് ശ്രീമദ് ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം നൈമിഷീയോപാഖ്യാനത്തിൻ്റെ നൈമിഷീയോഖ്യാനം 3-ാം അധ്യായം ഇവിടെ സമാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 3-ാമത്തെ അധ്യായം കൂടി നമുക്ക് വായിച്ച് സമർപ്പിക്കാനായിട്ട് പറ്റി. തെറ്റുകൾ ധാരാളം പാരായണത്തിൽ പറ്റുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങളിങ്ങനെ എന്തിനാ അതെപ്പോഴും പറയണമെന്ന് ചോദിക്കും. അതെപ്പോഴും ഉള്ളിലേ ഞാൻ പാരായണം ചെയ്യണമെന്നുള്ള അഹം പോയിട്ടില്ല എന്ന് ഭഗവാൻ എന്നെ തന്നെ കാണിച്ചു തരിക. അതുകൊണ്ടാണ് അതങ്ങനെ പറയണേ. അപ്പോൾ അതെപ്പം ഞാൻ പറയൽ നിർത്തണമെന്ന് വെച്ചാൽ അപ്പം അഹങ്കാരം തീർന്നു എന്ന് വെച്ചോളേ. അങ്ങനെ അപ്പോൾ തെറ്റുകൾ ധാരാളം വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് വേണ്ടതുപോലെ അടുത്ത ദിവസം 4-ാം അധ്യായം പാരായണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗവതം എങ്ങനെയാണ് ആരംഭിച്ചത്, അതിനെന്താണ് കാരണം ഉണ്ടായി എന്നുള്ള ഭാഗമൊക്കെ തൊട്ടാണ് അടുത്ത ദിവസം പാരായണം ചെയ്യേണ്ടത്. അത് വേണ്ടതുപോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാം ഭഗവാന്റെ പാദത്തിലും ഭക്തരായ നിങ്ങളുടെ പാദത്തിലൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഇനിയും കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് തെറ്റുകളൊന്നും ഇല്ലാണ്ട് പാരായണം ചെയ്യാനും കൂടുതൽ ആ ഭഗവാന്റെ ഓരോ ശ്ലോകത്തെയും വേണ്ടതുപോലെ ആ ഉള്ളിൽ വെളിച്ചം പകരാനൊക്കെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.